ഇൻഫോ പാർക്കിൽ കിട്ടിയ ജോലിയും രാജിവെച്ച് ആ കുട്ടി നേരെ വന്നത് കൊച്ചിയിലേക്കാണ്. എന്നെ കൊന്ന് ഒരറ്റത്തെ കുടിച്ച് നമ്മള് രണ്ടാളും ഒരുമിച്ച് ഇതൊരു കൗതുക വസ്തുവായിട്ടല്ലേ വലിയ ഭർത്താനം ഇവിടെ വേണ്ട, ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്താൽ മതി. താൻ പോടോ. സംഗീതം എന്ന 3 അക്ഷരത്തിന്റെ ആർത്തറിയാത്ത നിങ്ങൾക്ക് ഇതൊരു കൗതുക വസ്തുവായിരിക്കും. അല്ലെങ്കിൽ ഈ ചത്ത കുഞ്ഞിന് എന്തിനാ ഇപ്പൊ കിളിക്കൂട്? എന്റെ സെയിം കളറാണ്. അതെ 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 അങ്ങനെ പറയണം. ന്യൂജൻ ന്യൂജൻ. ഒരു 6ാം ക്ലാസ്സുകാരിയെ വീട്ടുകാർ പഠിക്കാൻ ഇരുത്തുമ്പോഴൊക്കെ തന്നെയും ആ കുട്ടി കണ്ണാടിയുടെ മുമ്പിൽ ആക്ട് ചെയ്തും ആങ്കർ ചെയ്തും എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആ കുട്ടിയുടെ ചെറുപ്പം മുതലേ ആ കുട്ടിക്ക് സിനിമ വലിയൊരു സ്വപ്നലോകമായിരുന്നു. ശേഷം ഇൻഫോ പാർക്കിൽ കിട്ടിയ ജോലിയും രാജിവെച്ച് ആ കുട്ടി നേരെ വന്നത് കൊച്ചിയിലേക്കാണ്. കൊച്ചിയിൽ നിന്ന് ഒരുപാട് ഓഡീഷനുകൾ പങ്കെടുത്ത് സിനിമ എന്ന മഹാലോകത്തേക്ക് ചുവട് വെച്ച് ഇപ്പോൾ അതിൽ സർവൈവ് ചെയ്തു പോകുന്ന നമ്മുടെ സ്വന്തം വിദ്യാ വിജയകുമാറാണ് ഇന്നെൻ്റെ ഒപ്പം. വെൽക്കം വിദ്യ. നന്ദി. അല്ല അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഈ കഥകൾ മുഴുവൻ എവിടെ നടന്നു? ഇൻഫോ പാർക്ക് മുഴുവൻ പഠിച്ചിട്ട് വന്ന പോലെ ഉണ്ടല്ലോ. ഇല്ലില്ല, കഥകള് വിദ്യ തന്നെ പറഞ്ഞു കേട്ടതും പിന്നെ വിദ്യയെ പറ്റി മറ്റുള്ള ആളുകൾ പറഞ്ഞതും ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് പറഞ്ഞാണ് അല്ലേ? അല്ല, അപ്പൊ എന്നെ സർപ്രൈസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് അറിയോ വിദ്യ, ഈ ഇൻഫോ പാർക്കിൽ ഒരു ജോലി കിട്ടുക. അല്ല, ഒരു ജോലി കിട്ടുക എന്ന് തന്നെ ഭയങ്കര വലിയ കാര്യമാണല്ലോ. അപ്പൊ അല്ല, അതിന് മുമ്പ് തന്നെ തുടങ്ങാം. ഈ 6ാം ക്ലാസ്സിലെ ആ കുട്ടിക്ക് ഈ കണ്ണാടി പഠിക്കാനിരിക്കുമ്പോഴൊക്കെ കണ്ണാടിന് മുമ്പ് വെച്ചാൽ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് ശരിക്കും? അപ്പോൾ ആ സമയത്ത് ആങ്കറിങ് ആയിരുന്നു ഫുള്ള്. പണ്ട് പാട്ട് ഡെഡിക്കേഷൻ പ്രോഗ്രാംസ് ആണല്ലോ. ചേട്ടാ പറയൂ, ആർക്ക് വേണ്ടിയിട്ട് എന്ന് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്? ചേച്ചിക്ക് എല്ലാവരും സുഖമായിരിക്കുന്നോ? അങ്ങനത്തെ ഇന്ററാക്ഷൻ സാധനം. കണ്ണാടി നോക്കിയിട്ട് അത് അഭിനയം ആ സമയത്തൊന്നും ഉണ്ടായില്ല. ഇനിയിപ്പം 6ാം ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ട്രോള് വരുമോന്ന് അറിയില്ല. 6ാം ക്ലാസ്സിൽ പിന്നെ നമ്മൾ ഇന്ന് വരുന്ന വഴി പറഞ്ഞ സാധനം ആ പ്രായത്തിൽ നമ്മള് സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ അവിടെ നിന്ന് തുടങ്ങാം. സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ 7 വയസ്സ് വരെ നമ്മൾ എന്താണോ ബിൽഡ് ചെയ്ത് കൊണ്ടിരുന്നത് അത് തന്നെയായിരിക്കും ജീവിതകാലം മൊത്തം നമ്മളൊരു സോഫ്റ്റ് കോപ്പി പോലെ കൊണ്ട് നടക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഒരു 7 വയസ്സ് വരെ എനിക്ക് എൻ്റെ മനസ്സിൽ എൻ്റെ അമ്മ എപ്പോഴും പറയും, ആ സമയത്ത് ലൈക്ക് അമ്മ ഒരുക്കി കൊടുത്താൽ എനിക്ക് പറ്റില്ല, ഞാൻ തന്നെ ഒരുങ്ങണം, എനിക്ക് എൻ്റെതായ ഒരു ലുക്ക് വേണം, അങ്ങനെയൊക്കെ ഉള്ള ഒരു ആളായിരുന്നു. സബ് കോൺഷ്യസ് ബിൽഡ് ചെയ്യുന്ന ആളായിരുന്നു. സബ് കോൺഷ്യസിലെ പറഞ്ഞു വന്നത് സബ് കോൺഷ്യസിലെ ഒരു സിനിമയായിരുന്നു. അവാർഡ് വാങ്ങുന്നൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടോ? അതൊക്കെ സ്വപ്നം കാണൂല നമ്മൾ, അങ്ങനെ കണ്ടിട്ടുണ്ട്. വരട്ടെ, നടക്കട്ടെ. അല്ല, അങ്ങനത്തെ സ്വപ്നങ്ങളുണ്ടോ എവിടെയെങ്കിലും ഒരു നാഷണൽ അവാർഡ് വാങ്ങുക? അതൊക്കെ ഉണ്ട്, സ്വപ്നമൊക്കെ ഉണ്ട്. പിന്നെ നാഷണൽ അവാർഡ് വാങ്ങണം നല്ല ആഗ്രഹമുണ്ട്. അറിയില്ല, നോക്കാം. ഇപ്പൊ പുതിയ സിനിമയൊക്കെ റിലീസായിട്ടുണ്ട്. ഓക്കെ, അതെ, പുതിയ സിനിമ ഇടിയൻ ചന്തു. ഞാൻ മിനിഞ്ഞാന്നാണ് സിനിമ കണ്ടത്. അടിപൊളിയായിട്ടുണ്ട് പടം, നല്ല രസമാണ്. എന്താ പറയാ, ഒരു എന്റർടൈൻമെന്റ് പരിപാടി. വിഷ്ണുചേട്ടനാണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ദുർഗ. അപ്പോൾ ഈ ഇടിയൻ ചന്തു എന്നുള്ള സിനിമ, അതിലേക്കുള്ള വരവ് എങ്ങനെയായിരുന്നു? സിനിമ ഇപ്പോ അടിപൊളിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഇടിയൻ ചന്തുവിനെ പറ്റി? ആഷിഖിന് ഇഷ്ടമായോ? എനിക്കിഷ്ടായി. എന്താണ് ആഷിഖിന് എക്സൈറ്റ് ചെയ്യിപ്പിച്ചത്? എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച എന്താണെന്ന് അറിയോ? ഇപ്പോൾ എനിക്ക് 2 കാര്യം. ഇപ്പൊ ദുർഗ അല്ലെങ്കിൽ വിദ്യയുടെ ക്യാരക്ടറായ ദുർഗയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഹുക്ക് ചെയ്ത സംഭവം, നമുക്ക് അങ്ങനത്തെ കുറെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ. നമ്മുടെ കോളേജിൽ പഠിച്ച കുട്ടികൾ, നമ്മളെ സ്കൂളിൽ പഠിച്ച കുട്ടികൾ. അത് ചിലപ്പം പലരും പറയുന്ന കാര്യമില്ലേ, ഒരു ബോയ്ക്കും ഒരു ഗേളിനും ലോങ് ലാസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കൺസെപ്റ്റ്. ശരിക്കും അതാണ് ദുർഗയും നമ്മുടെ വിഷ്ണു ചെയ്യുന്ന കഥാപാത്രവും. അവർ ചെറുപ്പം തൊട്ടേ ഫ്രണ്ട്സ് ആണ്. പിന്നെയും അവർ ആ ഒരു ഫ്രണ്ടിന്റെ ബോണ്ട് കീപ്പ് ചെയ്യുന്നുണ്ട് അവരുടെ ലോങ് ലാസ്റ്റ് ലൈഫിലേക്ക്. അപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് വർക്കായിരുന്നു. എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി ദുർഗനെ. എൻ്റെ ലൈഫിൽ ഒരുപാട് ദുർഗമാര് കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം എനിക്ക് വർക്കായി. സോ എന്താണ് ദുർഗയെ പറ്റി പറയുമ്പോൾ? ദുർഗ, ഇടിയൻ ചന്തുവിന് ഒരുപാട് ലേയേഴ്സ് ഉണ്ട് ഈ സിനിമയിൽ, വിഷ്ണുചേട്ടന്. അപ്പം തുടക്കം തൊട്ട് ചെറുപ്പം തൊട്ടേ ദുർഗയാണ് ചന്തുവിൻ്റെ കൂടെ ഉള്ള ആള്. അതായത് ചന്തു എന്ത് തല്ലിപ്പൊളിത്തരം കാണിച്ചാലും ഏതൊരു ഉപദേശിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം സാരില്ലടാ പോട്ടെ നമുക്ക് സെറ്റാക്കാന്നുള്ള മൈൻഡിൽ ദുർഗയാണ് എപ്പോഴും ഉള്ളത്. അപ്പം ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഇത് കണ്ടവർ എന്നോട് പറഞ്ഞത് ഭയങ്കര ആ ഒരു സ്ക്രീൻ സ്പേസിലേക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവരുന്ന ഒരാളെന്നാണ് പറഞ്ഞത്. ദേഷ്യം വട്ടുണ്ടോന്ന് തോന്നുന്നു. അപ്പം വട്ടുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ആ ക്യാരക്ടർ ഏകദേശം എൻ്റെ ആണ്.
വട്ടല്ല. പക്ഷേ ആ ക്യാരക്ടർ ഞാൻ തന്നെയാണ് സത്യം പറഞ്ഞാൽ. ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഫാമിലിയുടെ അടുത്തും എന്തെങ്കിലും ആയാലും ദുഃഖം ഷോകടിച്ചിരിക്കണമെങ്കിൽ ഞാൻ ഒന്നും മിണ്ടായിട്ടിരിക്കുക, വേറെ എന്തൊക്കെ പറയാനുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ ഈസി ആയിരുന്നു, പക്ഷേ ചാലഞ്ചിങ് ആയിരുന്നു. കാരണം ഇത്രയും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റിൻ്റെ കൂടെയാണ് ഞാൻ. ലെന ചേച്ചിയുടെ കൂടെയാണ് മേജർ സീൻസ് ചെയ്തിരിക്കുന്നത്. വിഷ്ണുചേട്ടനും ലെന ചേച്ചിയും, അമ്മയും മോനുമാണ് ലെന ചേച്ചിയും വിഷ്ണുചേട്ടനും. അപ്പോൾ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക, ഇവരുടെ ഇടയിൽ ഒരു ഗ്ലൂ പോലെയാണ്. ദുർഗം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന ഒരാളാണ്. അപ്പം എനിക്ക് ശ്രീധേട്ടൻ ക്യാരക്ടർ പറഞ്ഞു തന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആയി. ഞാൻ തന്നെയാണ് ദുർഗ. അപ്പം പറഞ്ഞ ലേശം വട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറാണ്. പിന്നെ സിനിമ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ദീപക് ദേവ് ചേട്ടൻ ചെയ്ത മ്യൂസിക്കാണ്. പിന്നെ ഡബ്സി പാടി, പീറ്റർ ഹെയിൻ ഫൈറ്റ് ഉണ്ട്. പിന്നെ ഇത്രയും വലിയ കാസ്റ്റിൻ്റെ കൂടെ സലീം കുമാർ സാറിൻ്റെ കൂടെ ചെയ്യാൻ പറ്റി. ചന്തു ഉണ്ടായിരുന്നു, വിഷ്ണുചേട്ടൻ, ലെന ചേച്ചി, ഒരുപാട് പേര്, മിനി ചേച്ചി. അപ്പം എക്സൈറ്റിംഗ് ഒരുപാട് കാര്യങ്ങളായിരുന്നു. പിന്നെ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യേണ്ടാണ് ഈ സിനിമ എനിക്ക് സംഭവിച്ചത്. ഞാനിങ്ങനെ ഷോ ഇനി വരും നടക്കുമോ, അമ്മയൊക്കെ വിളിച്ച് പ്രായം അമ്മേ ഇനിയിപ്പം കുറേ വർഷം കഴിഞ്ഞ് അമ്മ റോളാണെങ്കിലും ഞാൻ സിനിമ വിട്ടിട്ടുള്ള ഒരു പരിപാടിക്ക് ഞാനില്ല, അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് വന്നത്. അപ്പം ഇത് വന്നത് മെൽബിൻ എന്ന് പറഞ്ഞിട്ട് ഈ സിനിമയുടെ മാനേജറാണ്. പുള്ളി എൻ്റെ കൂടെ വേറെ വെബ് സീരീസിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ വന്നൊരു കണക്ഷനിലാണ് ഈ സിനിമ വന്നത്. അപ്പം ഇതിൽ എന്നെ ചാലഞ്ചിങ് ചെയ്തത് എനിക്ക് ബൈക്ക് ഓടിക്കണമായിരുന്നു ഈ സിനിമയിൽ. അപ്പം ബൈക്ക് ഓടിക്കാൻ എനിക്ക് അറിയില്ല. പണ്ട് ഓടിച്ചിട്ട് ഫ്രാക്ചർ ആയതാ കൈ. അപ്പൊ അതിനുശേഷം എനിക്ക് പേടിയാ. അപ്പം ആദ്യത്തെ ഓഡിഷൻ റൗണ്ട് കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, കിട്ടൂല്ല അങ്ങനെ ഒരു. പിന്നെ പണ്ടത്തെ പോലെയല്ല, പണ്ട് കിട്ടിയില്ലെങ്കിൽ കരച്ചിലും പിടിച്ചിലൊക്കെ ആയിരുന്നു. ഇപ്പൊ ഞാനത് ആക്സിഡന്റ്, അതെ ഇപ്പൊ അത് ശീലായി. വിദ്യ പറയാമെന്ന് പറഞ്ഞാൽ അപ്പം മനസ്സിലായി ഇനി പറയൊന്നുമില്ല എന്ന് മനസ്സിലായി. പക്ഷെ അവർ പിന്നെ ഒരു 1 വീക്ക് കഴിഞ്ഞ് പിന്നെയും വിളിച്ചു, സന്തോഷമായി. വിളിച്ച് പിന്നെ വിഷ്ണുചേട്ടൻ്റെ കൂടെയൊക്കെ ചെയ്തു, ഓഡിഷൻ ചെയ്തു. അപ്പോൾ ഓക്കെയാണ്, അവർ പറഞ്ഞു സെറ്റാണ്. ഇറങ്ങാൻ നേരത്ത്, വാതിലടച്ച് ഇറങ്ങാൻ നേരത്തെ എൻ്റെ പറഞ്ഞു ബൈക്ക് ഓടിക്കില്ലെന്ന് ചോദിച്ചു. ഞാൻ പിന്നെ എന്നിട്ട് ഇറങ്ങി പോകുന്നില്ല. ബൈക്കൊക്കെ ഓടിച്ച് കാലം പറഞ്ഞു, അതിൻ്റെ ആവശ്യം വന്നിട്ടില്ലല്ലോ. ഇറങ്ങി പോകുന്നു. പിന്നെ അങ്ങോട്ട് ടെൻഷനായി, ദൈവമേ എങ്ങനെ ബൈക്ക് ഓടിക്കും. പിന്നെ എക്സ്പൾസൊക്കെ എൻ്റെ ഒരു ഫ്രണ്ട് എക്സ്പൾസൊക്കെ കൊണ്ടുവന്ന്, എക്സ്പൾസിൻ്റെ ഹൈറ്റ് അറിയാലോ, അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. ഞാൻ മറ്റേ തുഴഞ്ഞൊക്കെ ഓടിച്ച് വീണു, അങ്ങനെയൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ചാലഞ്ചിങ് ആയിരുന്നു റോള്. പക്ഷേ സിനിമയിൽ എനിക്ക് കിട്ടിയ എന്തോ ഭാഗ്യത്തിന് കിട്ടിയത് അവെഞ്ചറാണ്. സോ ഹൈറ്റ് കുറവായിരുന്നു, എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു. എന്നിട്ട് വരെ ഞാൻ ലെന ചേച്ചീനെ പുറകിൽ ഇരുത്തിയിട്ട് ബൈക്കും കൊണ്ട് വീഴാനൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ലെന ചേച്ചി പോസിറ്റീവ് ആണല്ലോ. ലെന ചേച്ചി ആ സിനിമയിൽ എല്ലാവർക്കും പോസിറ്റിവിറ്റി കൊടുക്കുന്ന ഒരാളായിരുന്നു. ചേച്ചിയുടെ കൂടെയാണ് എൻ്റെ ഫസ്റ്റ് സീൻ. അപ്പം ബൈക്കിൽ നിന്ന് വീഴാൻ പോയപ്പോൾ ചേച്ചി ഇറ്റ്സ് ഓക്കെ. വിഷ്ണു ചേട്ടൻ പറഞ്ഞ പോലെ ചേച്ചി ഇങ്ങനെ ചില ദിവസങ്ങൾ നോക്കും, അമാവാസി അങ്ങനെയൊക്കെ ദിവസങ്ങൾ നോക്കും. ചേച്ചി പറഞ്ഞു ഇന്നത്തെ ദിവസം ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാനായിരിക്കും, പക്ഷെ പിന്നെ അത് ഓക്കെ. ചേച്ചി പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, അത് നമുക്ക് സെറ്റാക്കാം. പിന്നെ ഓക്കെ, വീണൊന്നുമില്ലല്ലോ. ഇപ്പോൾ വിദ്യ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമില്ല, ഞാൻ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഞാൻ ഒരു ദുർഗ തന്നെയാണ്. അപ്പോൾ ഞാൻ അവരെ സങ്കടപ്പെട്ടിരുന്നാലും ഞാൻ അവരെ ചെന്ന് ഹാപ്പി ആക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഓഡീഷന് പോകുന്ന സമയത്തുള്ള റിജക്ഷൻസ്. ഒരുപാട് റിജക്ഷൻ കിട്ടി, അത് ആ ഒരു പാറ്റേൺ ആയി മാറിയ ഒരാളാണല്ലോ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മളെ സെൽഫ് മോട്ടിവേറ്റ് ആയി നിൽക്കാനും ഇതിൽ തന്നെ എന്താ പറയുക നിലനിൽക്കാനും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നൊരു സംഭവം എന്താ ശരിക്കും? എന്താണ് ലൈക്ക് നോക്കൂ, ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ച് ഒരു 2-3 പേര് മോശമാണ്, എന്താ നീ ആങ്കർ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചാൽ എനിക്കൊരു ഡെസ്പാവും. അതൊക്കെ അവിടെ സമയം ഉണ്ടായിരുന്നു കേട്ടോ. ആണ്ടല്ലേ, ഇപ്പൊ എന്താന്ന് അറിയില്ല, തൊലിക്കെട്ടി കൂടി. ഇപ്പൊ ഇഷ്ടംമാതിരി ഇപ്പൊ ആൾക്കാർ കൂടുതലല്ലേ, എന്താ പറയുക, സൈബർ ബുള്ളിങ്, ബോഡി ഷെയ്മിങ് ഇപ്പൊ കൂടുതലല്ലേ. പണ്ട് എനിക്ക് തോന്നുന്നത് അയ്യേ ആ ഒരു വാക്കിൽ കാര്യം തീരുമായിരുന്നു. ഇപ്പൊ അയ്യേ ഒന്നും അല്ല, ഇപ്പൊ എന്താ പറയാന്ന് വെച്ചാൽ എല്ലാം അതും പബ്ലിക്കിൽ പറയുക എന്നുള്ളതാണല്ലോ. പണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ടോളറൻസ് കുറവായിരുന്നു. എനിക്ക് പെട്ടെന്ന് കരയും, എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തമില്ല, ലൈഫ് എങ്ങോട്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ ആക്സെപ്റ്റ് ചെയ്തു. കാരണം വരാനുള്ളത് എന്തായാലും ഇപ്പം ഫ്ലൈറ്റ് പിടിച്ചിട്ടാണെങ്കിലും വരുന്നു പറയുന്ന പോലെ. ഇപ്പം ഈ സിനിമ ഞാൻ പറഞ്ഞത് എനിക്ക് എക്സ്പെക്റ്റ് പോലും ചെയ്തിട്ടില്ല, ഇങ്ങനെ ഒരു ഇത്രയും നല്ലൊരു ക്രൂവിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പം വന്നു, അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റി. അപ്പം എവറി ഡേ ഇസ് എ ന്യൂ ഡേ. അത്ര അടുത്ത ദിവസം പുതിയൊരു ദിവസമാണ്. പിന്നെ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം എന്തായാലും ഒരു ദിവസം എവിടെയെങ്കിലൊക്കെ സെറ്റ് ആവട്ടെ. ഇപ്പോൾ ഈ ഇടിയൻ ചന്തു ബേസ് ചെയ്തെന്നുള്ള ചർച്ചയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അറിയാം എന്താ പറഞ്ഞു, ഹോട്ട് സീറ്റ് ഡിസ്കഷൻ ആയിട്ടുള്ള സംഭവമായിരുന്നു
പീറ്റർ ഹെയ്നെ അതും പുഷ്പ 2-ന്റെ ഷൂട്ടിനിടയിൽ ബ്രേക്ക് എടുത്ത് പീറ്റർ ഹെയ്ൻ ഇടിയൻ ചന്തുവിൽ വരുന്നു. പക്ഷെ പീറ്റർ ഹെയ്ന്റെ സിഗ്നേച്ചർ സംഭവങ്ങളൊന്നും വന്നില്ല, വർക്കായില്ല എന്നൊരു ആരോപണം ഉണ്ട്. എന്താണ് അതിനോട് പ്രതികരിക്കുക? ഞാൻ ആദ്യം ഒരു കാര്യം പറയുള്ളൂ, നമ്മൾ ഈ കപ്പൽ ഓടിക്കുന്ന ആൾക്കാണ് ആ കപ്പല് എങ്ങനെ കൊണ്ടുപോകണം അല്ലെങ്കിൽ ഇത് എന്താവും. ഈ കരയിലിരുന്ന് കപ്പൽ ഓടിക്കാൻ ഭയങ്കര ഈസിയാണ്, വെള്ളവും ഇല്ല ഒന്നുമില്ല, അവിടെ ചുമ്മാ തുഴഞ്ഞാൽ മതിയല്ലോ. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ബേസിക്കലി. കാരണം ഒരു സിനിമയായി വരാൻ നല്ല ബുദ്ധിമുട്ടാണ്, അതിന് ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട്. പ്രത്യേകിച്ച് ഫൈറ്റ് മൂവി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ആ സിനിമയിൽ ഇടിയൻ ചന്തുവിൽ 300ഓളം സ്റ്റുഡൻസിനെ, അതും ആ കുട്ടികൾക്കൊന്നും ഒരു പരിക്കും വരാണ്ട് നമ്മൾ അത്രയും ഇതായിട്ട് ചെയ്യുന്നൊരു മൂവിയാണ്. അപ്പം കുറേ റിസ്ക് ഇൻവോൾവ് ആണ് അവിടെ. എന്നിട്ടും ഐ തിങ്ക് വി ഡിഡ് അവർ ബെസ്റ്റ്. അത് സിനിമ കണ്ടവർ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സിനിമ. അതിൽ കുറച്ച് ആൾക്കാർക്കാണ് ഈ ഒരു പീറ്റർ ഹെയ്ൻ വന്നിട്ട് എന്താ അവിടെ സംഭവിച്ചത് സംഭവം ഇത്രേ ഉള്ളൂ. പീറ്റർ ഹെയ്ൻ ഈ മൂവിയായിട്ടൊരു കണക്ഷൻ ഉണ്ട്. പുള്ളിയുടെ ലൈഫുമായിട്ട് ലൈഫ് സ്റ്റോറി പോലെയാണ് ഈ മൂവി. ഈ ട്രോമ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുള്ളി ഇതിൽ റിലേറ്റ്, അതുകൊണ്ടാണ് പുള്ളി ഈ മൂവി ആക്സെപ്റ്റ് ചെയ്തത്. അപ്പോൾ പുള്ളിക്ക് കഥ ഭയങ്കര ഇഷ്ടമായി, എന്തായാലും ചെയ്യുമെന്ന് പറഞ്ഞ് പുള്ളി ചെയ്ത ഒരു മൂവിയാണ്. അപ്പം പീറ്റർ ഹെയ്ൻ ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് തിങ്. അപ്പം ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടിട്ടാണ് ആക്സെപ്റ്റ് ചെയ്തേക്കുന്നത്. പുഷ്പ 2 എന്ന് പറയുന്ന ഇത്രയും ബ്രഹ്മാണ്ഡ സിനിമയുടെ ഇടയിൽ നിന്ന് ഡേറ്റ്സ് നമുക്ക് വേണ്ടി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ ഈ സിനിമ എന്ന് പറയുന്നത് +2 പിള്ളേരുടെ ഇടയിലുള്ള അടിയാണ്. ആഷിക്ക് +2 അടി കൂടിയിട്ടുണ്ടോ? നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിന്നിട്ടുണ്ടാവും, അടിക്കല്ലടാ തോതാവല് കോളറിന് പിടിക്കുക, ഭിത്തിക്കിട്ട് ഇടിക്കുക, അല്ലെങ്കിൽ കയ്യിൽ കിട്ടുന്ന കല്ലോ മണ്ണോ ബാറ്റോ നമ്മുടെ കയ്യിൽ എന്താ ഉള്ള അത് വെച്ചിട്ട് അടിക്കുക. അല്ലാണ്ട് പിന്നെ നമ്മൾ മറ്റേ എന്താ പറയാ ഫൈറ്റർ പ്ലെയിനിൽ വന്നിറങ്ങി കോട്ടിട്ടിട്ട് നായകൻ വന്നിറങ്ങി, അതൊന്നും +2 ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, അങ്ങനത്തെ ഒരു വീഡിയോ ഒന്നും. അപ്പോൾ ബേസിക് പീറ്റർ ഹെയ്ന് തുടക്കം തൊട്ട് അവസാനം വരെ എല്ലാ ഇന്റർവ്യൂവിലും പുള്ളി പറയുന്നുണ്ട് ദിസ് ഇസ് ഒരു നാടൻ തല്ലാണിത്, നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫേക്കും ഇല്ല, ആർട്ടിഫിഷ്യാലിറ്റി ഇവിടെ പാടില്ല എന്ന് ആദ്യം വിഷ്ണുവായിട്ടൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഞാൻ ഫൈറ്റിൽ ഇല്ല സിനിമയിൽ, പക്ഷെ ഞാൻ ഫൈറ്റ് വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. അപ്പം വിഷ്ണുവേട്ടൻ പറഞ്ഞ പോലെ തന്നെ പുള്ളിയുടെ അസിസ്റ്റന്റ് വന്നിട്ട് മറ്റേ വലിയ സ്റ്റൈലൊക്കെ ആയിട്ട് വന്ന് നിന്ന് അടിക്കുന്ന ഒരു സാധനം കാണിച്ചു കൊടുത്തപ്പോൾ പുലിമുരുകൻ പോലെ നിന്ന് മറ്റേ നോട്ടവും സാധനമൊക്കെ പുള്ളി തലക്കിട്ടൊരു അടി കൊടുത്തിട്ട് പറഞ്ഞു ഇതല്ല ഇവിടെ വേണ്ടത്, ഇവിടെ വേണ്ടത് പുള്ളി കാണിച്ചു കൊടുക്കുന്നുണ്ട് കോളറിലും പിടിക്കുന്നതും സിനിമ കണ്ടവർക്ക് അറിയാം. അതന്നെ അവിടെ പൊരിഞ്ഞടിയാണ്, പക്ഷെ അടിയിൽ മറ്റേ സ്റ്റൈലൊന്നും വേണ്ട, കിട്ടുന്നവനെ കിട്ടുന്നത് വെച്ച് തല്ലുക, അത്രേ ഉള്ളൂ അവിടെ. പിന്നെ ഇതിലൊരു ഒരു വലിയൊരു സംഭവം വെച്ചാൽ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് ആണ് നമ്മുടെ ഈ പടം പറയുന്നത്. അപ്പം അങ്ങനത്തെ ആൾക്കാർ വരുമ്പോൾ പിള്ളേർക്ക് അവരവിടെ പോയിട്ട് തോക്കോ അല്ലെങ്കിൽ ഒന്നും എടുത്തിട്ട് വരാൻ അവർക്ക് അവിടെ സമയമില്ല, എത്രയും പെട്ടെന്ന് അടിച്ച് ഓടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ അത് നടക്കുള്ളൂ. അപ്പം ആൾക്കാർ ആവശ്യപ്പെടുന്ന പോലെ പീറ്റർ ഹെയ്ൻ വന്നിട്ട് എന്താ ഇവിടെ സംഭവിച്ചതെന്നൊക്കെ, പീറ്റർ ഹെയ്ൻ എന്തിനാ അങ്ങനെ, അതിന് ഞാൻ പറയാണ് ഒരു ഉത്തരം പറയാണ്. പുള്ളിയും ഇങ്ങനെ ഇത് നാടൻ തല്ല് എന്നുള്ളൊരു കാര്യത്തിലാണ് പുള്ളിയും വന്നതും ചെയ്തതും, അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് വേണ്ട ആ ഇത്രയും സ്റ്റുഡൻസിനെ വെച്ച് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും സൂപ്പറായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ബാക്കി സിനിമ കാണാത്തവരൊക്കെ കണ്ടുവിട്ട് പെട്ടെന്ന് തന്നെ എല്ലാ ക്യാരക്ടറും എനിക്ക് തോന്നുന്നു ഈ സിനിമയിലെ എല്ലാ ക്യാരക്ടറും അവരുടേതായ മീറ്ററിലാണ് പോയേക്കുന്നത്. മുകളിലേക്കും പോയിട്ടില്ല താഴേക്കും പോയിട്ടില്ല, എല്ലാവരും അവരുടേതായ മീറ്ററിലാണ്. പക്ഷെ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇതൊരു സിനിമയാണ്, സിനിമയായിട്ട് കാണുക, എന്റർടൈൻമെന്റ് ആയിട്ട് കാണുക, അല്ലാണ്ട് അത് ഇതെന്താ അങ്ങനെ ഇങ്ങനെ അതിൻ്റെ ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഇപ്പോൾ മെയിനായിട്ട് എന്താണെന്ന് അറിയോ, ഇപ്പോൾ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഇൻഫോ പാർക്കിൽ എനിക്കൊന്ന് 10-15 ദിവസമാണ് ജോലി ചെയ്തല്ലേ അവിടെ? ഓൾമോസ്റ്റ് 1 month. അപ്പോൾ ഈ 1 month അവിടെ ജോലി ചെയ്യുന്നു, അതിനിടയിൽ ഇല്ല എൻ്റെ ഫീൽഡ് ഇതല്ല, ഞാൻ ഇത് റിസൈൻ ചെയ്താലും തിരിച്ചു പോകും, കാരണം ജോലി എന്ന് പറയുന്നത് ഹൈ സെക്യൂരിറ്റി ആണല്ലോ ആളുകൾക്ക്. അപ്പോൾ അതും ഡ്രോപ്പ് ചെയ്തിട്ട് ബാക്ക് ടു സിനിമ, അതും ഫാമിലിയിൽ നിന്ന് അത്രയും എതിർപ്പുള്ള സമയത്ത് അല്ലേ? ഇപ്പം എങ്ങനെയാണ് അവരുടെ ഒരു കാഴ്ചപ്പാട്? അവിടുന്ന് ഇൻഫോ പാർക്കിൽ നിന്ന് പോരാനുള്ള കാരണം സൺഡേ ഹോളിഡേ ആണ്. സൺഡേ ഹോളിഡേ സിനിമയിൽ എനിക്ക് ഓഡീഷന് വിളിച്ചു, ഇന്നായി അറിഞ്ഞപ്പോൾ എനിക്ക് സിനിമയാണല്ലോ, അപ്പോൾ സിനിമ കിട്ടി. അപ്പോൾ പിന്നെ എന്തായാലും ഇനിയിപ്പോൾ ജോലിയൊന്നും വേണ്ട സ്കീമിലങ്ങ് ഇറങ്ങി, സിനിമ വരും എന്ന്. അപ്പം അങ്ങനെ ഇറങ്ങി. വീട്ടിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ്
ഇടിയൻ 1001 നുണകൾ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് സോണി ലിവില്. ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പം വീട്ടുകാർക്ക് തോന്നി കഴിവുണ്ട്, ഇനിയിപ്പം ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. അപ്പം ഇപ്പൊ വീട്ടുകാർ ഓക്കെ ചില്ലാണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പം പടമൊക്കെ ഇടിയൻ ചന്ത് പോയി കണ്ടിട്ട് അമ്മോ സൂപ്പർ ആയല്ലോ, അടിപൊളി, നിന്റെ ക്യാരക്ടറിന് അമ്മ നീ തന്നെ ഇതിന് വലിയ വ്യത്യാസം, നീ ഇപ്പൊ അഭിനയിച്ചിട്ടൊന്നുമില്ലല്ലോ, നീ തന്നെ അല്ലേ എന്നുള്ള സ്കീമൊക്കെ. അപ്പോൾ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ എല്ലാം ചില്ലാണ്. ഇനിയിപ്പം കാര്യങ്ങൾ അങ്ങ് പോട്ടെ. അതെ അതെ, ഇനി ഇപ്പൊ ട്രാക്കിലായി തോന്നുന്നുണ്ടല്ലേ? ഓക്കെ, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഇപ്പോൾ ഇടിയൻ ചന്തു തന്നെ ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ സീൻസ് ഇപ്പോൾ വിഷ്ണു ചേട്ടനായിട്ടും അതുപോലെ തന്നെ ലെന ചേച്ചിയായിട്ടാണ്. അപ്പോൾ ഈ ലെന ചേച്ചിയുടെ ചില പ്രസ്താവനകളൊക്കെ സ്വാഭാവികമായിട്ടും എന്താ പറയുക, അത് മനസ്സിലാവാത്ത ആളുകൾ എന്ത് ചെയ്യുന്നു, അതിന്റെ വേറെ വ്യാഖ്യാനങ്ങൾ കൊടുക്കുകയും അത് ഒരു പർട്ടിക്കുലർ വൈറൽ സംഭവങ്ങളായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്, ട്രോളുകൾ വരുന്നുണ്ട്. അപ്പോൾ ചേച്ചിയായിട്ടുള്ള ഒരു സമ്പർക്കത്തിൽ ചേച്ചി നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ടോക്സ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്? പിന്നെ ഞങ്ങളുടെ ഇടയിൽ ഈ ടോക്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ഈ സിനിമയുടെ ഫസ്റ്റ് ഡേ വന്ന് കയറുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ചേച്ചീനെയാണ്. ചേച്ചി ക്യാരമലിൽ ഇരിക്കുന്നു, മേക്കപ്പ് ചെയ്യുന്നു, ഞാനപ്പോൾ ബാക്കിൽ ഇങ്ങനെ പോയിരിക്കുകയാണ്. അപ്പം എനിക്ക് കൊണ്ട് ചേച്ചിയുടെ ബുക്ക് എഴുതിയിട്ട് അത് തുടങ്ങിയിട്ടേ ഉള്ളൂ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങി, ചേച്ചി ഓഥറായെന്നുള്ള എൻ്റെ ഒരു കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങുന്നു. അപ്പം ഫസ്റ്റ് ചേച്ചി ഈ എഴുതിയ ബുക്ക് ഡയറക്ടർക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ബുക്ക് ഇരിക്കുന്നു, ഞാൻ ബുക്ക് വായിച്ചു തുടങ്ങിയപ്പോൾ ചേച്ചിക്ക് കണക്റ്റായി. ചേച്ചിൻ്റെ അടുത്ത് ചോദിച്ചു വായിക്കുന്നു എന്ന് ചോദിച്ചു. ചേച്ചി അപ്പോൾ ഞാനിങ്ങനെ തുടങ്ങി, ചേച്ചി എനിക്കിങ്ങനെ ആൻസൈറ്റി ഒക്കെ ഉണ്ട് ചെറുതായിട്ട്, ടെൻഷൻ ഉണ്ട്. പിന്നെ ചേച്ചി ഫുൾ കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞു. ചേച്ചീനെ എനിക്ക് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണം എന്നുണ്ടായിരുന്നു ചേച്ചിക്ക്, പക്ഷെ അതൊക്കെ പറയാനുള്ള സമയമായി എന്ന് തോന്നിയപ്പോഴാണ് ചേച്ചി പറഞ്ഞത്. അപ്പം ഷീ വാസ് 100% കോൺഫിഡൻ്റ് ആണ്. ലൈക്ക് നമ്മളിൽ കോൺഫിഡൻ്റ് ആണെങ്കിൽ നമുക്ക് ബാക്കി ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ അത് നമ്മൾ ബോധേഡ് ആവില്ല, നമ്മൾ ചിരിച്ച് ഹാപ്പി ആയിട്ടിരിക്കുള്ളൂ. അപ്പോൾ ചേച്ചി പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, കമന്റ് സെക്ഷനിൽ നിങ്ങൾ എന്നെ ചീത്ത വിളിക്കുന്നുണ്ട്, എന്നെ ചീത്ത വിളിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമായി കിട്ടുന്നെങ്കിൽ ഓക്കെ, അപ്പോൾ ഓക്കെ. ഇനി നിങ്ങൾക്ക് എന്നെ ചീത്ത വിളിച്ച് സങ്കടം വരുന്നെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല, സന്തോഷം വേണ്ടി നിങ്ങൾ അപ്പോൾ ചേച്ചി എല്ലാം കൂളാണ്, ചില്ലാണ്. പിന്നെ ഈ സിനിമയിൽ ലെന ചേച്ചിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് തന്നെ ഭയങ്കര അത്യാവശ്യം ഈ സിനിമയിലെ എല്ലാ ലേഡീസും അത്യാവശ്യം സ്ട്രോങ് ക്യാരക്ടേഴ്സാണ്. സ്മിരു ചേച്ചി, ലെന ചേച്ചി, ഞാൻ, ജയശ്രീ, എല്ലാവർക്കും ഒരു സ്ട്രോങ് സംഭവം ഉണ്ട് അവിടെ. അതായത് ചന്തുവിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങളെല്ലാം സ്ട്രോങ് ആണ്. അപ്പം ലെന ചേച്ചി, ബാക്ക് ടു ക്വസ്റ്റ്യൻ, ലെന ചേച്ചി അടിപൊളിയാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയുടെ ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്, ഫുള്ള് വായിച്ചു കഴിഞ്ഞു. സമയം എടുത്തിട്ടാണ് വായിച്ചത്, പക്ഷെ വായിച്ചു കഴിഞ്ഞു. ചേച്ചിയായിട്ട് ഇപ്പോഴും കോണ്ടാക്റ്റിലാണ്. ചേച്ചി അടിപൊളിയാണ്, നല്ല. ഇപ്പം നമുക്ക് ഒരുപാട് മനസ്സിലാക്കാനുള്ള ഒരു ഡെപ്തിലേക്ക് നമ്മളെല്ലാവരും ആയോ എന്ന് ചോദിച്ചാൽ ഞാനായിട്ടില്ല. നമ്മൾ ആരൊക്കെ ആയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് കുറേ ഉണ്ട്. അത് ഇന്നോ 2 ദിവസം കൊണ്ടോ 2 മാസം കൊണ്ടോ 2 വർഷം കൊണ്ടൊന്നും നമുക്ക് മനസ്സിലാവില്ല. നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് നമുക്ക് ഡെപ്തായിട്ട് മനസ്സിലാവുക. ദൈവമേ ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് പറഞ്ഞു ആത്മീയത. നമ്മൾ ഈ ജീവിക്കുന്നത് തന്നെ ആത്മീയത. അത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന ജോലി, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം 100% ആയിട്ട് ഫുൾ കമ്മിറ്റ്മെന്റിൽ ചെയ്ത അതാണ് ആത്മീയത. അത്രേ ഉള്ളൂ. ഓക്കെ. ഇപ്പോൾ ഈ ഓഡീഷന് പോകുന്ന സമയങ്ങളിൽ നമുക്ക് ഈ റിജക്ഷൻ അവർ ആ സ്പോട്ടിൽ നമ്മളോട് പറയുന്നതാണോ അതോ നമുക്ക് പ്രതീക്ഷകൾ നൽകി അവസാനം വിളിക്കാതിരിക്കുകയാണോ ചെയ്യുക? രണ്ടും ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? രണ്ടും ഉണ്ടായിട്ടുണ്ട്. പ്രതീക്ഷകൾ തന്നിട്ട് ഒഴിവാക്കുന്നത് ഇച്ചിരി കൂടി ബുദ്ധിമുട്ടാണ്. അപ്പം അല്ലാണ്ട് ഓഡീഷന് നമ്മൾ എടുത്തില്ലെങ്കിൽ നമുക്ക് സങ്കടമാവും. നമ്മൾ അത്രയും പ്രതീക്ഷയല്ലേ പോകുന്നു. നമുക്ക് എന്തായാലും നമ്മൾ കുറച്ച് സീരിയസ് ആയി പോകുന്നു. നമുക്ക് അല്ലേ, നമുക്ക് ബാക്ക് ടു നമ്മുടെ ട്രാക്ക്. അതെ, നമ്മുടെ ട്രാക്കിലേക്ക് തിരിച്ചു വരുമ്പോൾ ഞാനൊരു സെഗ്മെന്റ് ആണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ ഈ സെഗ്മെന്റ് എന്താ വെച്ചാല് അറിയാം, ദിസ് ഓ ദാറ്റ്. അത് പെട്ടെന്ന് പറയണം, ആലോചിച്ചൊന്നും നിൽക്കരുത്. ഞാൻ ചടപടേ എന്ന് ചോദിക്കും, ചടപടേ എന്ന് ആൻസർ പറയും. ഓക്കെ. സോ ആക്ഷൻ മൂവി ഓർ റൊമാൻറ്റിക് റോംകോം? ആക്ഷൻ. ഹീറോ ഓർ വില്ലൻ? സീക്വൽ ഓർ റീമേക്ക്? സീക്വൽ ഓർ റീമേക്ക്? റീമേക്ക്. തിയേറ്റർ ഓർ സ്ട്രീമിംഗ് അറ്റ് ഹോം? തിയേറ്റർ. ലീഡിംഗ് റോൾ, സപ്പോർട്ടിംഗ് റോൾ? ഹോളിവുഡ് ഓർ ബോളിവുഡ്? ഹോളിവുഡ്. ഡയറക്ടർ ഓർ പ്രൊഡ്യൂസർ? ഡയറക്ടർ. റെഡ് കാർപ്പറ്റ് ഇവന്റ് ഓർ ബിഹൈൻഡ് ദ സീൻസ്? പുറകെ നിൽക്കണോ അതോ സ്റ്റേജ് വരണോ? സ്റ്റേജ് വരണം. കോഫി ഓർ ടീ? കോഫി. മോർണിംഗ് പേഴ്സൺ ഓർ നൈറ്റ് പേഴ്സൺ? നൈറ്റ് പേഴ്സൺ. നൈറ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ അതായത് ഒരു 12:30, 1 മണി, 2 മണി ഔട്ട് ചെയ്യാൻ ഇഷ്ടമാണ്. ഓക്കെ. സമ്മർ ഓർ വിന്റർ? സമ്മർ. സിറ്റി ലൈഫ്, വില്ലേജ് ലൈഫ്? വില്ലേജ് ലൈഫ്. വില്ലേജ് ലൈഫ്. നാടൻ പെൺകുട്ടി
അൺഎക്സ്പെക്ടഡ് ആൻസർ. നാടൻ പെൺകുട്ടി. നാടൻ പെൺകുട്ടി എന്നല്ല, എനിക്ക് വില്ലേജ് ലൈഫ് ഇഷ്ടം. ജീവിക്കാനല്ലേ കുറച്ചുകൂടെ സമാധാനം. ഈ സിറ്റിയിലെ ഹീറ്റും വെതറും. ശരി ശരി. ബീച്ച് ഓർ മൗണ്ടെയിൻസ്? ബീച്ച്. കാറ്റ്സ് ഓർ ഡോഗ്സ്? ഡോഗ്സ്. ഡോഗ്സ്. കാറ്റ്സ് ഇഷ്ടമല്ല? രണ്ടും ഇഷ്ടം. പക്ഷെ എന്നാലും ബുക്സ് ഓർ മൂവീസ്? ബുക്സ്. ബുക്സ് ദാൻ മൂവീസ്? എനിക്ക് തോന്നുന്നു സിനിമയായി വരുന്നതിന് മുമ്പ് ബുക്കായിട്ട് വരുമല്ലോ, അപ്പം അതാണ് ഞാൻ ആദ്യം വായിച്ചിട്ടുണ്ടാവുക, എന്നിട്ട് ഞാൻ സിനിമ കാണുള്ളൂ. അങ്ങനെ ഒരാളാണ്. വീണ്ടും നമ്മൾ ആത്മീയതയിലേക്ക് പോകുന്നു. ബാക്ക് ടു നെറ്റ്ഫ്ലിക്സ് ഓർ യൂട്യൂബ്? നെറ്റ്ഫ്ലിക്സ്. കുക്കിംഗ് ഓർ ടേക്ക് ഔട്ട്? ഓർഡറിംഗ്, ടേക്ക് ഔട്ട്? കുക്കിംഗ്. കുക്കിംഗ്. ഓക്കെ. ഫാഷൻ ആൻഡ് ബ്യൂട്ടി, അതായത് നമ്മൾ നാച്ചുറൽ ബ്യൂട്ടി ആണോ അതോ ഫാഷൻ സംഭവങ്ങളാണോ ഇഷ്ടം? നാച്ചുറൽ ആണ്. കാഷ്വൽ ഓർ ഫോർമൽ? കാഷ്വൽ. ഹീൽസ് ഓർ സ്നീക്കേഴ്സ്? സ്നീക്കേഴ്സ്. ബോൾഡ് കളേഴ്സ് ഓർ ന്യൂട്രൽ ടോൺസ്? ന്യൂട്രൽ. സ്കേർട്സ് ഓർ പാൻസ്? ഗേൾസ് ഓർ സ്കേർട്ട് ഓർ പാൻസ്? ഉത്തമ. പാൻസ്. ഇയറിംഗ്സ് ഓർ നെക്ലസ്? ഇയറിംഗ്സ്. മേക്കപ്പ് ഓർ നോ മേക്കപ്പ്? ഇതിപ്പോ ഇവിടെ ഒരു കലാപാവുമല്ലോ, ആവശ്യത്തിന് മേക്കപ്പ് ആവാം. സ്ട്രൈറ്റ് ഹെയർ ഓർ കർലി ഹെയർ? കർലി ഹെയർ. വിന്റേജ് ഓർ മോഡേൺ? ബൈ ലുക്ക്, വിന്റേജ് ഓർ മോഡേൺ? വിന്റേജ്. സൂപ്പർ ഹീറോ ഓർ സൂപ്പർ വില്ലൻ? സൂപ്പർ വില്ലൻ. അതാണ് അങ്ങനെ ഒരു സൂപ്പർ വില്ലൻ. അതായത് ഉത്തമ. വെറുതെ എനിക്ക് വില്ലൻ ഒരാളെ പറ. അങ്ങനെ ഇൻസ്പയർഡ് ആയിട്ട് വില്ലൻ ആരാ? കേട്ടെ. അങ്ങനെ പേരല്ല, ക്യാരക്ടറിനാണ് സിനിമയിൽ. പെട്ടെന്ന് ചോദിച്ചാ ആലോചിക്കാൻ സമയം തരുമോ? ആലോചിക്കും. വില്ലൻ ചുമ്മാ അല്ലല്ല, എനിക്ക് ഇപ്പത്തെ റീസെന്റ് വില്ലൻ ചോദിക്കുകയാണെങ്കിൽ RDX വില്ലൻ. ആ ഒരു ഫൈറ്റ് ആക്ഷൻ അവന്റെ ഫ്രണ്ടാണ് വിഷ്ണു. കുറെ കഷ്ടപ്പെട്ട് വന്ന ഒരാളാണ് വിഷ്ണു. അങ്ങനെ. ഓക്കെ. സോ അതാണ്. ഡിനോസേഴ്സ് ഓർ റോബോട്ട്സ്? രണ്ടും വേണ്ട. റോബോട്ട്സ് വേണ്ട? നമുക്ക് വേണ്ട. സൗകര്യമല്ലേ കുറച്ചുകൂടി? വേണ്ട. ഇത്ര സൗകര്യം കൂടി ഉള്ളവരുടെ ജോലി വന്നിട്ടില്ലേ? അല്ല, വേണമെങ്കിൽ ലൈറ്റ് ഇടൂ, ഫാൻ ഇടൂ എന്നൊക്കെ പറയാൻ ഞാൻ പോയിട്ടോളാം. എനിക്ക് ആരും വേണ്ട. ഓക്കെ. കരോക്കെ ഓർ ഡാൻസ് ഓഫ്? ഡാൻസ് ആണോ കരോക്കെ ഇട്ട് പാട്ട് പാടാം? പിസ്സ ഓർ ബർഗർ? പിസ്സ. ചോക്ലേറ്റ് ഓർ വാനില? ചോക്ലേറ്റ്. ഓക്കെ. സിംഗിങ് ഇൻ ദ ഷവർ ഓർ സിംഗിങ് ഇൻ ദ കാർ? സിംഗിങ് ഇൻ ദ കാർ. കുളിമുറിയിൽ പാടില്ല? ബാത്റൂം സിംഗർ അല്ല? ഇല്ല, ഞാൻ എല്ലാവർക്കും വേണ്ടി പാട്ട് പാടി കൊടുക്കുന്ന ആളാണ്. ഓക്കെ. എന്നാ രണ്ടുപേരും ഇഷ്ടമല്ല? പൊളിക്ക്. ഇച്ചിരി ഒരു തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ട്. സാരില്ല. நிலாக்காய்கிறது நேரம் தேகிறது யாரும் ரசிக்கவில்லையே இந்த கைகள் மட்டும் உன்னை தீண்டும் தென்றல் போகின்றது சோலை சிரிக்கின்றது யாரும் சுகிக்கவில்லையே இந்த கண்கள் மட்டும் உன்னை தீண்டும் காற்று வீசும் வெயில் காயும் அந்த மாற்றம் ஏதும் இல்லையே ஆவானும் மண்ணும் நம்மை வாழச் சொல்லும் இந்த வாழ்க்கையோ வெல்லையே இன்றென்றும் வேண்டும் நிலா காய்கிறது நேரம் தேய்கிறது யாரும் ரசிக்கவில்லையே இந்த கைகள் மட்டும் முன்னே ഞാൻ റൊമാൻറ്റിക് ആയി പോയി. ഞാൻ ഉറങ്ങിപ്പോയൊരു സംശയം. അടിപൊളി. ബോർഡ് ഗെയിംസ് ഓർ വീഡിയോ ഗെയിംസ്? ലൈക്ക് പോയി കളിക്കുന്നതാണോ അതോ വീഡിയോ ഗെയിംസ്? ട്രാവൽ ആൻഡ് അഡ്വഞ്ചർ? ട്രാവൽ. അഡ്വഞ്ചർ ഒന്നും ഇഷ്ടമല്ല? ഓ വേണ്ട, എന്തിനാ? ആവശ്യത്തിന് ജീവിതത്തിൽ അഡ്വഞ്ചർ ഉണ്ട്, അത് മതി. ഇനി അഡ്വഞ്ചർ ട്രിപ്പ് ഓർ റിലാക്സിംഗ് വെക്കേഷൻ? റിലാക്സിംഗ് വെക്കേഷൻ. മടി പിടിച്ചിരിക്കുക. ഓക്കെ. ബാക്ക് പാക്കിംഗ് ഓർ ലക്ഷറി റിസോർട്ട്? പാക്ക് ചെയ്തോടെ പോകുന്നതാണോ? ലക്ഷറി റിസോർട്ട്. നല്ല സ്വിമ്മിംഗ് പൂള്, 4 നേരം വെട്ടി വീഴുക, ഭക്ഷണം, ജീവിതം. എന്നാ ഹാപ്പി ആവും അല്ലേ? പ്ലെയിൻ ഓർ ട്രെയിൻ? ട്രെയിൻ. എനിക്ക് ഇതുണ്ട്, ക്ലോസ്ട്രോഫോബിയ ഉണ്ട്. അടച്ച സ്ഥലങ്ങളിൽ ശ്വാസം മുട്ടലല്ല, പേടി വരും. പ്ലെയിനിൽ കയറി തുടങ്ങും. ഞാൻ പാട്ടുകളൊക്കെ സേവ് ചെയ്ത് വെക്കും. വേഗം കയറി ഉടനെ തന്നെ ചെവിയിൽ പാട്ട് വെച്ച് കണ്ണു മൂടിയിരിക്കും.
അവസാനം വരെ? അയ്യോ, പ്രശ്നമാണ്. സങ്കടമാവുന്നു. ട്രെയിൻ കുഴപ്പമൊന്നുമില്ല. ട്രെയിൻ കുഴപ്പമൊന്നുമില്ല. ട്രെയിൻ നമുക്ക് തുറന്നിടാലോ. അതെ. ഹിസ്റ്റോറിക്കൽ ടൂർ ഓർ നേച്ചർ ഹൈക്ക്? നേച്ചർ ഹൈക്ക്. ഓക്കെ. പാസ്പോർട്ട് ഫുൾ ഓഫ് സ്റ്റാമ്പ്സ് ഓർ ലോക്കൽ ട്രാവൽ? ലോക്കൽ ട്രാവൽ. ഈ പ്ലെയിനിന്റെ പേടിയാണ് എനിക്ക് ഉണ്ട്. കപ്പൽ. പക്ഷെ എന്നും വെച്ചിട്ട് നിങ്ങള് സിനിമ ഷൂട്ടിന് അമേരിക്കൻ ടൂർ പ്ലാനിംഗ് വിദ്യക്ക് വരാൻ പറ്റില്ല. ഞാനൊരു 500 പാട്ടുമായിട്ട് ഞാൻ കേറിക്കോളാം, ഞാൻ പേടിക്കൂല. ഗ്രൂപ്പ് ട്രാവൽ ഓർ സോളോ ട്രാവൽ? ഗ്രൂപ്പ്. സോളോ ഇഷ്ടമല്ല. അങ്ങനെ ഒരു പ്ലാൻ എപ്പോഴെങ്കിലും? ഇഷ്ടം ഇല്ലായ്മല്ല, പക്ഷെ ഇച്ചിരി കൂടി കൂടുതൽ ഇഷ്ടം അതിനോട് ഗ്രൂപ്പാ. അങ്ങനെ പറയുകയാണെങ്കിൽ ആരായിരിക്കും? സോളോ ഇഷ്ടാട്ടോ, രണ്ടും ഇഷ്ടം എനിക്ക്. പക്ഷെ രണ്ടും ഓരോ, നമുക്ക് തോന്നുമ്പോ ഓരോ പോലെയല്ലേ. അല്ല, ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് അതിൽ? ഫാമിലി, ഫ്രണ്ട്സ്? ഫ്രണ്ട്സ് ആണ്. മോർ ദാൻ ഫാമിലി, ഫ്രണ്ട്സ് ആയിട്ട് പോകുന്നതാണ്. ഓക്കേ, ഫൈൻ. ഇനി ഗൈഡഡ് ടൂർ, അതായത് ഒരു കഴിഞ്ഞ പ്രാവശ്യം പോയ ട്രിപ്പിനെ കുറിച്ചിരുന്ന് ആലോചിച്ചത്. എന്താണ് കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചത്? ഒന്നുമില്ല. എവിടെ പോയത്? വല്ലാത്തൊരു ട്രിപ്പ്. എവിടെ പോയി? വാഗമൺ പോയിട്ടുള്ളൂ. പക്ഷെ രസമായിരുന്നു. നമ്മളെല്ലാം, എന്റെ ഒരു ഫ്രണ്ട് ബാച്ചിലർ പാർട്ടി ആയിരുന്നു. എന്നിട്ടല്ല ഞാൻ ഇത് കഴിഞ്ഞിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. പ്രാങ്ക് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങള്, എനിക്ക് ക്ലോസ്ട്രോഫോബിയ അല്ല, എനിക്ക് പേടി ഇച്ചിരി ഉള്ള ആളാണ്. പ്രത്യേകിച്ച് പല്ലിനെ പേടിയാണ്. ആരും കേട്ടില്ല. അപ്പൊ ഇവന്മാരെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി രാത്രി മറ്റേ ഈ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി റബ്ബർ പല്ലിനെ സെറ്റ് ചെയ്തിട്ട് എന്റെ മേത്ത് കൊടുന്നിടലും പേടിപ്പിക്കില്ല. അതാ കുറച്ച് സീനായിരുന്നു. അപ്പൊ അങ്ങനെ ഓർത്ത് വന്നു. ഓക്കെ, ഇത് പറഞ്ഞപ്പോ അതാ ഓർമ്മ വന്നല്ലേ പെട്ടെന്ന്. ഓക്കെ. ടോക്കിംഗ് ആനിമൽസ് ഓർ ടോക്കിംഗ് പ്ലാന്റ്സ്? ചെടികളോടാണോ? എന്താ സംസാരിക്കുക അവരോട്? അങ്ങനെ സങ്കടങ്ങളൊക്കെ പറയോ? ഡോഗിനോടാ പറയാ? എന്തൊക്കെ പറയാ? ഇന്ന് ഓഡീഷന് പോയപ്പോടാ അങ്ങനെ ഉണ്ടായി, അതൊക്കെ പറയാം. എന്താ പറയാ? ഞാന് മനുഷ്യന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നി. മനുഷ്യന്മാരോട് പറഞ്ഞു, ഒന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം ബോഡി ഷേമിങ്, സൈബർ ബുള്ളിങ്, ഇതൊക്കെ മാത്രമേ ഉള്ളൂ. നല്ല മനുഷ്യന്മാരോട് കാണുന്നില്ല. അപ്പൊ ഞാൻ പറയും, എടാ എന്താടാ ഇത് മറ്റേ റീല്, എന്താടാ ഇവിടെ നടക്കുന്നത്, എന്താടാ എന്ന് പറയണ പോലെ. അത് പിന്നെ ഒന്നും മിണ്ടില്ലല്ലോ. അത് സങ്കടവും സന്തോഷമൊക്കെ പറയും. ഓൾവേസ് സിംഗിങ് ഓർ ഓൾവേസ് ഡാൻസിങ്? ഡാൻസിങ്. സിംഗിങ്ങിനെക്കാട്ടി ഇഷ്ടം ഡാൻസ് ആണല്ലേ? നമ്മൾ ക്യാമറ ഫിക്സ്ഡ് ആണ്, അല്ലെങ്കിൽ 2 സ്റ്റെപ്പ് പിടിക്കായിരുന്നു. സമാധാനം. ഓൾവേസ് ഹാവ് എ ബാഡ് ഹെയർ എ ഡേ ഓർ ഓൾവേസ് വെയർ മിസ്മാച്ച്ഡ് ക്ലോത്ത്സ്? ബാഡ് ഹെയർ ആണോ മിസ്മാച്ച് ക്ലോത്ത്സ് ആണോ? ബാഡ് ഹെയർ ആയിരിക്കും. അതിവിടെ വരണ വഴി ഒരു ചർച്ച ഉണ്ടായതായിരുന്നു. ഓക്കെ. ഓൺലി ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ്സ് ഓർ ഓൺലി ഈറ്റ് ഡിന്നർ ഫുഡ്സ്? ഏതാ സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തത്? സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തതോ? ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യില്ല, ഡിന്നർ മേ ബി സ്കിപ്പ് ചെയ്യും. വിശന്ന് കിടന്നാൽ ഉറങ്ങാം? അത് ഞാൻ ഉറങ്ങൂല, വിശപ്പിന്റെ ആളാണ് ഞാൻ. പക്ഷെ ഡിന്നർ സ്കിപ്പ് ചെയ്താൽ കുഴപ്പമില്ല, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഗ്രേറ്റ്. അങ്ങനെയാണല്ലോ ഇത് ഡോക്ടേഴ്സും പറയുന്നത്. ആര് പറഞ്ഞു? ഡോക്ടേഴ്സ് പറയാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളുടെ ബ്രെയിന് വേണ്ടിയിട്ടുള്ള ഫുഡാണെന്നൊക്കെ. ഓക്കെ. ലീവ് ഇൻ എ ഹൗസ് മെയ്ഡ് ഓഫ് ക്യാൻഡി ഓർ ലീവ് ഇൻ എ ഹൗസ് മെയ്ഡ് ഓഫ് ടോയ്സ്? ടോയ്സ്. ക്യാൻഡി ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് എന്നെ കണ്ട് ഡയറ്റർ പറയും. എന്താ പ്രശ്നം? ടോയ്സ് എനിക്കിഷ്ടം. സ്റ്റഫ് ടോയ്സ്. ഇച്ചിരി കുഞ്ഞു മനസ്സാണ്. അല്ല, അങ്ങനെ ടോയ്സിന്റെ കളക്ഷൻ ഒക്കെ ഉണ്ടോ വീട്ടില്? കളക്ഷൻ ഒന്നുമില്ല, പക്ഷെ ടോയ്സ് എവിടെയെങ്കിലും പോയാൽ ഹായ് എന്ന് പറഞ്ഞു ഓടും ടോയ്സിന്റെ പിന്നാലെ. ജീവിതത്തില് ഹാവ് എ പെറ്റ് ഡിനോസർ ഓർ എ പെറ്റ് ഏലിയൻ? പെറ്റായിട്ടൊരു ഏലിയനൊക്കെ വേണമെന്നാണോ, ഒരു ഡിനോസറിനെ വീട്ടിൽ ഇങ്ങനെ ഡോഗിനെ വളർത്തുന്ന പോലെ ഒരു കൂടൊക്കെ കെട്ടി ഡിനോസർ ഒരെണ്ണം നിൽക്കട്ടെ വരുമ്പോ? രണ്ടും വേണ്ട. ഏലിയൻ വേണ്ടേ? ഏലിയൻ അനാർക്കലി ലേറ്റസ്റ്റ്. എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ ഏലിയൻ റോബോട്ട്. ഈ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ അടുത്ത് പറയും മറ്റേ ഇതില്ലേ എന്തായാലും വെർച്വൽ, അത് മേടിക്കണം, ഇത് എന്തിനാ ഈ ലൈക്ക് ആൾക്കാർ തമ്മിലുള്ള ഇതൊക്കെ കോൺവെർസേഷനൊക്കെ എൻഡ് ചെയ്യാണ്. ആൾക്കാർ തമ്മിൽ ആരും നേരിട്ട് കാണുന്നില്ല. എനിക്ക് എന്നും പറഞ്ഞിട്ട് അത് എനിക്ക് ഇഷ്ടമല്ലെന്നല്ല, അതിന്റെ എന്തെങ്കിലും ആഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ വിളിച്ചാൽ ഞാൻ വരും. ഏലിയനായിട്ടും ഡിനോസറിന്റെ പേരൊക്കെ വിളിച്ചാ വരും. ഫാന്റസി മൂവീസ് ഒക്കെ സംഭവിക്കട്ടെ. അതെ അതെ. ഓക്കെ. ഇനി ജീവിതത്തിൽ ഒരു റിവൈൻഡ് ബട്ടൺ ആണോ വേണ്ടത്, ഒരു പൗസ് ബട്ടൺ? റിവൈൻഡ് വേണം. റിവൈൻഡ് വേണം. കുറേ കാര്യങ്ങൾ ശരിയാക്കാൻ റിവൈൻഡ് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. 2 ആഗ്രഹമുണ്ട് എനിക്ക്. ഒന്ന് റിവൈൻഡ് ബട്ടൺ വേണം, ഒന്ന് വാനിഷും. വാനിഷ് ആവുക, കുറച്ച് നേരത്തേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു വരണം എനിക്ക്. അങ്ങനെ വാനിഷ് ആയാലും എന്തായിരിക്കും ആദ്യം? എന്റെ ദൈവമേ, പറയണ്ടായിരുന്നു. എന്തോ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് വാനിഷ് ആയി പോയി ചെയ്യാൻ.
എന്തായിരുന്നു അത്, ഞാൻ മറന്നു. പിന്നെ അങ്ങനെ ബാനിഷ് ആവണം എന്ന് ആഗ്രഹമുള്ള ഒരാൾ അത് മറക്കൂലേ? പല കാര്യങ്ങളും ഉണ്ട്. കുറച്ച് ആൾക്കാർക്ക് പണി കൊടുക്കാറുണ്ട്. പിന്നെ എന്താ ഇപ്പൊ പറയുക, കുറേ ഉണ്ട്. ഞാനിപ്പോൾ ആലോചിച്ച് വെച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഓർമ്മ കിട്ടില്ല. പക്ഷെ വാനിഷ് ആവാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം. ഓക്കെ ഓക്കെ. ഇപ്പോൾ ഈ കുറേ ആൾക്കാർക്ക് പണിയെടുക്കാറ്, നമ്മളങ്ങനെ ഇൻഡസ്ട്രിയിൽ ചവിട്ടി താത്തിയ ആൾക്കാരുണ്ടോ മനഃപൂർവ്വം ഇന്റൻഷനിലേക്ക്? ഇഷ്ടംമാതിരി ഉണ്ടോ? അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരോട് എന്താ പറഞ്ഞിട്ടുണ്ടോ? ഞാനെന്ത് പറയാനാ? അല്ല ഞാനിത് അറിഞ്ഞടാ, നീയല്ലേ ആ സംഭവം പണ്ട് പറഞ്ഞത് ഇപ്പൊന്നും ആണോ നോക്കിടാ. ഓക്കെ ഓക്കെ. ഇനി എന്താ, be able to fly anywhere, be able to read, be able to fly anywhere or be able to read minds. ആളുകളുടെ മനസ്സ് വായിക്കാനാണോ ആഗ്രഹം, അതോ ഇങ്ങനെ റീഡ് മൈൻഡ്സ്? എല്ലാവരുടെ മനസ്സിലേക്ക് എനിക്കൊന്നും അറിയണം എന്നെ പറ്റിയുള്ള സംഭവങ്ങളൊക്കെ. എനിക്ക് മെന്റലിസ്റ്റുകളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയുടെ പേര് ഞാൻ മറന്നു. ഒരു തൊപ്പി വെച്ചിട്ടൊരു പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇങ്ങനെ നിപ്പിൽ ഹിപ്നോട്ടൈസ് ചെയ്യുക, മനസ്സിലുള്ളത് ചോദിച്ചറിയാൻ പറ്റുക, അത് എനിക്കിഷ്ടമാണ്. എനിക്കത് വളരെ ഇഷ്ടമാണ്. അതെ, ഉറങ്ങി കിടന്ന് കുറെ രഹസ്യങ്ങളൊക്കെ ചൂണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേറെ സെഗ്മെന്റിലേക്ക് പോവാണ്. ഇതാണ് വൺ ഡയലോഗ് ഡിഫറെന്റ് ഇമോഷൻസ്. അപ്പോൾ വിദ്യയിലെ ആക്ട്രസിനെ പുറത്തെടുക്കാൻ പോകുന്നത് മെന്റലിസം ചെയ്ത്. അത് ശരിയാ. എല്ലാത്തിലും ഞാൻ മറ്റേ ബബ്ലി അല്ലെങ്കിൽ ചാടി അഗ്രസീവായ എന്റെ ഉള്ളിൽ ഒരു നടിയുണ്ട്. വിദ്യയുടെ ഉള്ളിൽ ഒരു എന്താ പറയാ, അഭിനയ കുലപതി ഉറങ്ങി കിടപ്പുണ്ട്. ഞങ്ങളിത് ഉറക്കത്തിൽ തട്ടി വളർത്താൻ പോകുന്നു. അതിപ്പോ ഞാൻ അയച്ചു തരാം. ഞാൻ വാട്സപ്പിൽ ഒരു സംഭവം അയക്കാട്ടോ. ഞാൻ വാട്സപ്പിൽ ഇപ്പോൾ ഒരു സാധനം ഷെയർ ചെയ്യാം. അത് നോക്കിയിട്ട് ഇതാണ് ചീത്തയൊന്നുമില്ല. വൺ ഡയലോഗ് ഡിഫറെന്റ് ഇമോഷൻ. അതിൽ 3 ഡയലോഗ്സ് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ 3 ഡയലോഗ്സും 3 ഭാവങ്ങളിൽ പറയാം. ശൃംഗാരം ഉണ്ടാവണം, സങ്കടം ഉണ്ടാവണം. സങ്കടം നമ്മൾ വിഷമിച്ചത് പറയുക. ശൃംഗാരം എങ്ങനെ, നമുക്ക് എന്താ ശൃംഗാരം മനസ്സിലാണ്, അങ്ങനെ ഇട്ടോ. പിന്നെ സന്തോഷം, സന്തോഷത്തിലും പറഞ്ഞോ, അല്ലെങ്കിൽ ദേഷ്യത്തിൽ പറഞ്ഞോ. സന്തോഷം വേണ്ട, സന്തോഷം എളുപ്പ, ദേഷ്യത്തിൽ മതി. അപ്പം ദേഷ്യം, ശൃംഗാരം, സങ്കടം. ഓക്കെ, 3 ഇമോഷൻ ഓക്കെ അല്ലേ? ഇതെല്ലാം ഒരു ഡയലോഗ് ഞാൻ ഇപ്പൊ അയച്ചിട്ടുണ്ട്, വന്നിട്ടില്ല. അതുള്ളൂ ഡയലോഗ് അയച്ചു കൊടുക്കണം. അപ്പോൾ 6-ാം തമ്പുരാനിൽ മഞ്ജു ചേച്ചി അവിസ്മരണീയമാക്കിയ ലാലേട്ടനോട് പറയുന്ന ആ ഡയലോഗാണ് നമ്മൾ ആദ്യം കൊടുത്തത്. ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ കാണിക്കുവോ ഡയലോഗ് ഏതാണ്? അത് അതിന്റെ ആവശ്യമില്ലല്ലേ? അല്ലെങ്കിൽ ഇത് ആശിക്കൊന്ന് പറഞ്ഞേ ആ സങ്കടത്തില് മഞ്ജു. അല്ല, ആൾക്കാർക്ക് ഇത് ചിലപ്പം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ചിലർക്ക് അത് എന്താണ് അത് കണക്ട് ചെയ്ത് എടുക്കണല്ലോ. അപ്പൊ ആശിക്കൊന്ന് സങ്കടത്തിൽ പറഞ്ഞു, അപ്പൊ ഞാനത് ബാക്കി പറയാലോ. എങ്ങനെ തിരിച്ച് ടാസ്ക് തരരുത്. നോ നോ നോ, അങ്ങനെ ഒരു ടോക്ക് ഇല്ല, അങ്ങനില്ല, ആ കളിയില്ല. വായിച്ചോ ആദ്യം സങ്കടം. അല്ല, ഇത് ഓൾറെഡി സങ്കടത്തിൽ പറയണതായതുകൊണ്ട് നമ്മള് അതും പറഞ്ഞോളൂ. മഞ്ജു ചേച്ചിയുടെ വേറൊരു വേർഷൻ കണ്ടോട്ടെ, നോക്കി വായിച്ചാൽ മതി. പക്ഷെ ഫീല് ഞങ്ങൾക്ക് വേണം, ഡയലോഗ് ഡെലിവറിയിലെ വോയിസ് വേണം. പറഞ്ഞോളൂ. ഞാൻ ഫുൾ എക്സ്പ്രഷനിൽ പറയാട്ടോ. എന്താന്ന് വെച്ചാൽ ഇത് മറ്റേ പഴയ ഡയലോഗാ. ആയിക്കോളൂ എന്നൊക്കെ ഇപ്പൊ ആരെങ്കിലും പറയൂ? അത് പഴയ സിനിമയല്ലേ? ആവാം. ഇരിക്കുക. ആക്ഷൻ. ആയിക്കോളൂ, എന്താന്ന് വെച്ചാ ആയിക്കോളൂ. കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയാൽ എന്താ ഉണ്ടാവുമെന്ന് അറിയാലോ. സംഗീതം എന്ന 3 അക്ഷരത്തിന്റെ അർത്ഥം അറിയാത്ത നിങ്ങൾ ഇതൊരു കൗതുക വസ്തുവായിട്ടല്ലേ നിങ്ങൾ ഇത് ഇച്ചിരി അച്ചടി ഭാഷയിൽ എനിക്ക് അയച്ചത് ഗായ്സ്. അറിയാത്ത നിങ്ങൾക്ക് ഇതൊരു കൗതുക വസ്തു ആയിരിക്കും. വിലക്ക് കിട്ടാത്ത പലതുമുണ്ട് നാട്ടിൽ, അത്രേ ഉള്ളൂ. അതൊക്കെ പൗസ് വരുന്ന വസ്തുവായിരിക്കും കഴിഞ്ഞിട്ട് പോസ് അല്ലേ, എന്നിട്ടല്ലേ വിലക്ക് കിട്ടാത്ത പലതും ഉണ്ട് നാട്ടിൽ. വിലക്ക് കിട്ടാത്ത പലതും ഉണ്ട് നാട്ടിൽ. ഓക്കെ, ആക്ഷനാ. ആയിക്കോളൂ, എന്താന്ന് വെച്ചാൽ ആയിക്കോളൂ. കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ എന്താ ഉണ്ടാവുമെന്ന് അറിയാലോ. സംഗീതം എന്ന 3 അക്ഷരത്തിന്റെ അർത്ഥം അറിയാത്ത നിങ്ങൾക്ക് ഇതൊരു കൗതുക വസ്തുവായിരിക്കും. വിലക്ക് കിട്ടാത്ത പലതും ഉണ്ട് നാട്ടില്.
അത് വന്നില്ല, എന്നാലും കുഴപ്പമില്ല. അല്ലല്ല അത് കൊള്ളാം. ആ പൗസ് ചെയ്ത് പറഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ വരാൻ പോണെന്നറിയോ? പിന്നീട് ഇത് ഞാൻ പറയുന്നിടും, എന്നിട്ട് ട്രോളായിട്ട് ഇവിടെ ഏതാടാ മറ്റേ പഴയ ഡയലോഗ്സ് ഇട്ടിട്ട് ഇത് പേര് വരട്ടെ. അടുത്തത് ശൃംഗാരം. നെക്സ്റ്റ് വികാരം, നെക്സ്റ്റ് ഭാവം ശൃംഗാരം. വികാരോ? സോറി, ഭാവം. ശൃംഗാരം എനിക്ക് ശൃംഗാരം എന്ന് മനസ്സിലാവുക കുറച്ചൊരു നാട്യം, ഒരു കൊഞ്ചൽ, ഒരു ആ സാധനമാണ് ശൃംഗാരം. ആയിക്കോളൂ, എന്താന്ന് വെച്ചാൽ ആയിക്കോളൂ. കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ എന്താ ഉണ്ടാവുന്ന അറിയാം. സംഗീതം എന്ന 3 അക്ഷരത്തിന്റെ അർത്ഥം അറിയാത്ത നിങ്ങളിതൊരു കൗതുക വസ്തുവായിരിക്കും. നിങ്ങൾക്കിതൊരു കൗതുക വസ്തുവായിരിക്കും. വിലക്ക് കിട്ടാത്ത പലതും ഉണ്ട് നാട്ടില്. കൊച്ചു കള്ള സ്റ്റെപ്പിലില്ല. അത് പുതിയ ന്യൂജൻ പിള്ളേർക്കൊക്കെ കത്തണ്ടേ. ആയിക്കോളെന്ന് പറയുമ്പോ അടുത്തതായിരുന്നു ദേഷ്യോ, മേമനില്ലത്തെ അടുത്ത സന്തോഷോ? സന്തോഷമല്ല, ദേഷ്യം. അല്ല, സങ്കട ശൃംഗാര സന്തോഷം. ദേഷ്യമാണോ? അത് സന്തോഷം വിട്ടേക്ക്. സന്തോഷമാണ് പറഞ്ഞോ, നല്ല ദേഷ്യം വരട്ടെ, എന്നിട്ട് സന്തോഷം. ആയിക്കോളൂ, എന്താന്ന് വെച്ചാ ആയിക്കോളൂ. കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടി എന്താ ഉണ്ടാവുന്ന അറിയാലോ. സംഗീതം എന്ന 3 അക്ഷരത്തിന്റെ അർത്ഥം അറിയാത്ത നിങ്ങൾക്ക് ഇതൊരു കൗതുക വസ്തുവായിരിക്കും. വിലക്ക് കിട്ടാത്ത പലതും ഉണ്ട് ഈ നാട്ടില്, അത് ആദ്യം മനസ്സിലാക്കുക. നല്ല കോമഡി ആയിട്ടുണ്ട്. സങ്കടം. ഞാൻ പറയാൻ പോണ ഡയലോഗ് ഭയങ്കര സങ്കടമുള്ള ഡയലോഗാണ്. നിങ്ങളെല്ലാരും മരണ വീട്ടിലെ ഡയലോഗാണ്. മരണ വീട്ടിലെ ഡയലോഗാ, പക്ഷെ ഭയങ്കര. രാമൻകുട്ടി, 2 മണിക്കൂർ കഴിഞ്ഞാ വെറുതെ കത്തിച്ച് കളയാനുള്ള സാധനം. എടാ, ഇത് ചുമ്മാ വേസ്റ്റ് ആക്കണോ? ഞാനിത് എൻ്റേതായി എക്സ്ചേഞ്ച് ചെയ്തതിന് നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? പറ. എൻ്റെ ഇത്തിരി പഴയതാണ്. കണ്ടിന്യൂ ചെയ്യട്ടെ. അയ്യോ, അവിടുന്ന് പറഞ്ഞു എൻ്റെ ഇത്തിരി പഴയതാണെന്നല്ലേ ഉള്ളൂ. എടാ, സെയിം കളറാ. സങ്കടം. എടാ ഞാൻ പറയണമെന്ന് കേക്ക്. എടാ, സെയിം കളറാ. ആരും അറിയില്ല. എടാ, ചത്ത കിടിക്ക് എന്തിനാടാ കൂട്? ഷെഡയില് ചിരി വന്നൂല്ലേ? സാരില്ല. ശൃംഗാരോ? ശൃംഗാരം. കല്യാണ രാമനിലെ ശൃംഗാരം. രാമൻകുട്ടി, 2 മണിക്കൂർ കഴിഞ്ഞു വെറുതെ കത്തിച്ചുള്ള സാധനമാണ്. ഇത് ചുമ്മാ വേസ്റ്റ് ആക്കണോ? ഞാനിത് എൻ്റേതായിട്ട് എക്സ്ചേഞ്ച് ചെയ്തതിൽ നിനക്ക് വിരോധമുണ്ടോ? പറ. എൻ്റെ ഇത്തിരി പഴയതാണെന്നല്ലേ ഉള്ളൂ, പക്ഷെ സെയിം കളറാ. ആരും അറിയില്ല. ചത്ത കിളിക്ക് എന്തിനാടാ കൂട്? എനിക്ക് തോന്നുന്നു ഇതാണ് എനിക്ക് ഇനി സന്തോഷോ? അല്ല, ദേഷ്യല്ലേ? നീ വന്ന് രാമൻകുട്ടി, നീ വാ. ദേ, 2 മണിക്കൂർ കഴിഞ്ഞാൽ വെറുതെ കത്തിച്ച് കളയാനുള്ള സാധനമാണ്. ഇത് ചുമ്മാ വേസ്റ്റ് ആകണം. ഞാനിത് എൻ്റെ ആയിട്ട് അങ്ങ് എക്സ്ചേഞ്ച് ചെയ്യാൻ പോവാം. നിനക്കെന്തെങ്കിലും പറയണ്ടോ? വലിയ വർത്താനൊന്നും ഇവിടെ വേണ്ട. ഞാൻ പറയണ പോലെ അങ്ങ് ചെയ്താൽ മതി. താൻ പോടോ, എൻ്റെ സെയിം കളറാണ്.
അങ്ങനെ പറയണം. ന്യൂജൻ ന്യൂജൻ. ഓക്കെ ഓക്കെ അടിപൊളി ചോദിച്ചു. എൻ്റെ സെയിം കളറാണ്. ഒരു കുഞ്ഞിന് പോലും അറിയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ ചത്ത കുഞ്ഞിന് എന്തിനാ ഇപ്പൊ കിളിക്കൂട്? ചത്ത കുഞ്ഞിന് കിളിക്കൂടെ? ആ ചത്ത കിളിയാണ്. ചത്ത കിളിക്ക് എന്തിനാ കൂട്? അത് മതി അത് മതി. നിന്നെയൊക്കെ ആരാടാ ആനപ്പാപ്പനാക്കിയത്? അതിങ്ങോട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം. തലയാനപ്പനി നീര്. ഇവിടെ തലയാനപ്പനി നീര്. ആ ഫസ്റ്റ് ഡയലോഗ് ഒന്ന് ശൃംഗാരം പറയും ഒന്നുകൂടി. ആയിക്കോളൂ. അതിപ്പോ പറഞ്ഞ പോലെ ആയിക്കോളൂ. അത് വികാരത്തിലോ? ശൃംഗാരത്തില്. വികാരത്തിലല്ല. ആയിക്കോളൂ. എന്താന്ന് വെച്ചാ ആയിക്കോളൂ. കുരങ്ങന്റെ കയ്യില് പൂമാല കിട്ടിയ എന്താ ഉണ്ടാവാന്നറിയാം. സംഗീതം എന്ന മൂന്നക്ഷരത്തിന്റെ ബാക്കി എന്തായിരുന്നു? മൂന്നക്ഷരത്തിന്റെ അർത്ഥം അറിയാത്ത നിങ്ങൾക്ക് ഇതൊരു കൗതുകവസ്തുവായിരിക്കും. വിലക്ക് കിട്ടാത്ത പലതും ഉണ്ട് ഈ നാട്ടിൽ. അടിപൊളി. പൊളിച്ച് പൊളിച്ച്. അങ്ങനെ എക്സ്പ്രഷൻ കിങ് അല്ല എക്സ്പ്രഷൻ ക്യൂൻ. ഞാന് ഇനിയെന്തായിരുന്നു? ഇതെന്താ? നിന്നെയൊക്കെ അതിപ്പോ നമ്മൾ വികാരല്ല ശൃംഗാരം ഇട്ടു. ഇനി എന്തായിരുന്നു? സങ്കടത്തിൽ പറയണം. നിന്നെയൊക്കെ ആരാടാ ആനപ്പാപ്പാനാക്കിയത്? അതിങ്ങോട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം. തലയാനപ്പനി നീര്. ഇവിടെ തലയാനപ്പനി നീര്. ആൾക്കാരെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ? ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഗൈസ്. അടിപൊളിയായിട്ടോ. അത് അടിപൊളി. അത് ആന വരെ കരഞ്ഞു അല്ലേ? ഡ്രാമാറ്റിക് ആയി പോയി. ആന വരെ കരഞ്ഞു എക്സ്പ്രഷനിൽ. അപ്പൊ നെക്സ്റ്റ് ഡയലോഗ് അതിന്റെ ബാക്കിയായിട്ടില്ല. വേറെന്താ ചിന്തയിലൊക്കെ അഭിനയിക്കണം. അത് ഇത്രയും റോളിംഗ് ആണ്. മിണ്ടാണ്ടിരിക്കും. അപ്പോ അല്ല അത് ഇത് സംഭവം എന്താണെന്നറിയോ? ഇത് ഒരുപാട് പേര് ശോഭന ചേച്ചി ചെയ്തതുപോലെ ചെയ്യാനും പലരും പല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചേച്ചി ചെയ്ത് വെച്ചതൊന്നും ഒരിക്കലും നമ്മളെ കൊണ്ട് ഒന്നും അതിന്റെ അടുത്ത് പോലും വരാൻ പറ്റില്ല. അത് ആദ്യമേ പറഞ്ഞാൽ ഇനിയിപ്പോ എയറിലാവണത് ഒഴിവാക്കാമല്ലോ. ഒരു ട്രൈ അല്ലേ? അതെ, ഒരു ട്രൈ. നമ്മള് അവിടുന്ന് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നല്ലേ? യെസ്. അപ്പൊ തുടങ്ങാം. ഇതെന്താന്നറിയോ? ഇതാ ചേച്ചി മറ്റേ തുണി മടക്കുന്നുണ്ടല്ലോ. നമ്മള് സീൻ പറഞ്ഞില്ലല്ലോ ആൾക്കാരോട് അല്ലേ? സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മണിച്ചിത്രത്താഴിലെ ശോഭന മാം ആണ് എന്റെ മുമ്പിൽ. പറയും ശോഭന. അതെ, യെസ്. തുടങ്ങാം. അപ്പം അതില് ശോഭന മാമിന്റെ തുണി ഉണ്ടല്ലോ. ഇതിപ്പോ ഞാൻ തുണിയൊന്നും ഇല്ല, ഇവിടെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് ലോക്കൽ. ഞാൻ പറഞ്ഞിരുന്നില്ലേ അല്ലിക്ക് ആഭരണം എടുക്കാൻ പോണെന്ന്? അതെന്താ അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടി പോയാല്? എന്താ ഞാൻ കൂടി പോയാല്? விடமாட்டே. அப்போ நீ என்ன இங்கே இருந்து இங்கும் போக விட மாட்டே? அயோக்கிய நாயே, உனக்கு எவ்வளோ தைரியம் இருந்த இப்போ என் கண் முன்னாடி வந்து நிற்பேன். இன்னைக்கு துர்காஷ்டமி. உன்னை நான் கொன்னு உன் ரத்தத்தை குடிச்சு ஓங்காரம் நடந்து மாட்டுவேன். എൻ്റെ പൊന്നോ, ഇതൊക്കെ ശരിക്കും ഞാൻ ഇങ്ങനെ ആലോചിക്കാൻ. ശോഭന ചേച്ചി ഇതെങ്ങനെയാവും ചെയ്തിട്ടുണ്ടാവുക? എത്ര ടേക്ക് പോയിട്ടുണ്ടാവും? അല്ലെങ്കിൽ ഫസ്റ്റ് ടേക്കിൽ തന്നെ ശരിയായിട്ടുണ്ടാവുമോ? അവിടെയുള്ള ആൾക്കാരുടെ വികാരം എന്തായിട്ടുണ്ടാവും? ശരിക്കും ഒരു കിടിലൻ സംഭവമാണ്. ഇനി നെക്സ്റ്റ് ഭാവം. ഇതേ ഡയലോഗ് തന്നെ നമ്മുടെ ടാസ്ക് ആണല്ലോ ഇത്. അപ്പോ ആ ഭാവത്തിൽ കൂടി വരട്ടെ. ഇനി മറ്റേ ശൃംഗാരത്തിൽ ഇത് എങ്ങനെയായിരിക്കും? നകുലേറ്റർ കൂടി വേണം. ഓക്കെ, എന്നാ നകുലേറ്റൻ ഉണ്ട്. ഓക്കെ, നകുലേറ്റൻ വരാം. ശരി.
ശൃംഗാരമല്ലേ നഗലേട്ടൻ ശൃംഗാരം ആ ഗംഗ വേറെ ഈ ഗംഗ വേറെ ഇത് നഗലേട്ടൻ ശൃംഗരിച്ചു. അപ്പൊ ഇതില് ഞാൻ പറയട്ടെ, ഇതില് ശരിക്കുള്ളത് ശോഭന ചേച്ചി എങ്ങനെയാന്ന് വെച്ചാൽ പാവത്തുനിന്ന് ദേഷ്യമാണ്, ഇനി ഞാൻ പാവത്തുനിന്ന് ശൃംഗാരാവാൻ പോകുന്നു കേട്ടോ. കൺഫ്യൂഷൻ ഉള്ളവര് ഇല്ല. അപ്പൊ ഞാൻ ശൃംഗാരത്തിൽ തന്നെ അല്ലേ? ഓ എവിടെ പോകുന്നു? ഞാൻ പറഞ്ഞില്ലായിരുന്നോ അല്ലിക്ക് ആഭരണം എടുക്കാൻ പോണെന്ന്? എപ്പോ പറഞ്ഞു? ഞാൻ പറഞ്ഞായിരുന്നു. ആണോ? എന്നെ പോവണ്ട. എന്താ പോവണ്ടേ? അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടി പോകണം. ഏയ് നമുക്ക് കൂടി ഇരിക്കാം, 1-2 ഒക്കെ പറഞ്ഞിരിക്കാതെ. ശരിയാവില്ല. അതെന്താ? ഞാൻ അഖിലേട്ടനോട് മുന്നേ പറഞ്ഞതാ അല്ലിക്ക് ആഭരണം എടുക്കാൻ പോണം. ആണോ? എല്ലാം മറന്നു പോവാ. പറഞ്ഞു വിടൂല. പോവണ്ട. വിടമാട്ടെ, ശരിക്കും വിടമാട്ടെ. അപ്പോ അപ്പോ നീ എന്നെ എങ്കിലും വിടമാട്ടെ. അയോഗ്യ നായ. എനിക്ക് ദുർഗാഷ്ടമി. ഉന്നെ കൊന്ന് ഒരത്തത്തെ കുടിച്ച് ഊങ്കാരൻ്റെ മട് എനിക്ക് പണിയിട്ടു. നമ്മള് രണ്ടാളും ഒരുമിച്ച്. അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു. അടിപൊളി പരിപാടിയായിരുന്നു. നല്ല എൻജോയ് ചെയ്തു. ഞാനും എൻജോയ് ചെയ്തു. ഇദ്ദേഹം ചെയ്തില്ലേ? ഇദ്ദേഹം ചെയ്തു. ധൃതങ്ക പുളകിതനായിരുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ അതിൻ്റെ പിന്നിന് മുമ്പേ ഇടിയൻ ചന്തു ആണ് നിലവിൽ ഇപ്പോൾ തിയേറ്ററിൽ ഉള്ളത് അല്ലേ? ഇടിയൻ ചന്തു വിദ്യയുടെ ഒരു പടം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് അത് മറന്നു പോരുത്. പറഞ്ഞു നമ്മൾ വിഷയങ്ങൾ ഒരുപാട് സംസാരിച്ച് അവസാനം പടം വിട്ടുപോരുതല്ലോ. അപ്പം എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? അതുപോലെ പ്രേക്ഷകരോടും ഇനി ഇത് കാണുന്ന ഡയറക്ടേഴ്സിനോടൊക്കെ എന്താ മൊത്തത്തിൽ പറയാനുള്ളത്? ഡയറക്ടേഴ്സിന് ഇപ്പൊ ഇത് കണ്ട എന്തായാലും വിളിച്ചിരിക്കുമല്ലോ. എന്റെ മിന്നുന്ന ഭാവപ്രകടനങ്ങൾ. സിനിമ ഇടിയൻ ചന്തു തിയേറ്റേഴ്സിൽ ഓടുന്നുണ്ട്. പിന്നെ ആഷിക്ക് ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ തള്ളിയതല്ല, 6ാം ക്ലാസ് തൊട്ടിട്ടുള്ള എൻ്റെ ആഗ്രഹം ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് വൈസ് ഞാനിങ്ങനെ വെച്ച് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു എന്താ പറയുക ഒരു പൊസിഷനിൽ വന്ന് നിൽക്കുകയാണ്. അപ്പം എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൂവിയാണ് ഇടിയൻ ചന്തു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും കാണാൻ ഇതിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സും ഉണ്ട്. ഇത് ജസ്റ്റ് അടിപ്പടം മാത്രമല്ല. അടി എന്ന് പറയുമ്പോൾ മറ്റേ വെട്ട് കൊല അത് അങ്ങനെ ഒന്നുമല്ല. ഇതിൽ റിലേഷൻഷിപ്സ് ഉണ്ട്. അതായത് ഒരു അമ്മയും മകനും തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട്. എന്താ പറയുക, ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള 2 പേരുടെ റിലേഷൻ ഉണ്ട്. ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈനർ തന്നെ ഇടിയൻ ചന്തു. അപ്പം എല്ലാവരും പോയി കാണണം. ഇവിടെ നിന്ന് ഞാനിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ കാണണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ടാവണം. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച് വിദ്യ. ഹാഡ് എ ഗ്രേറ്റ് ടൈം. താങ്ക് യു.